ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. അഹങ്കാരമരുത് എന്നതാണ് ഇന്നത്തെ വിഷയം. ഭഗവത്ഗീത പറയുന്ന 18 പടികളിൽ 16-ാമത്തേതായിട്ടാണ് ഇത് കരുതുന്നത്. അഹങ്കാരം നമുക്ക് പൊതുവെ ആവശ്യമാണ്, പക്ഷേ അത് കൂടിപ്പോയാൽ അപകടകരമാണ്. നാം ജീവിക്കുന്നതിന് നാം ഉണ്ട് എന്നൊരു തോന്നൽ വേണമല്ലോ, അത് ഒരു അഹങ്കാരമാണ്. ഞാനുണ്ട് എന്നൊരു തോന്നൽ. അതിനപ്പുറം ഞാനാണ് എല്ലാം, എൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്നൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ അതിഗംഭീരനാണ്, എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള കരുതലാണ് അഹങ്കാരമായിട്ട് വരുന്നത്. ഈ അഹങ്കാരം പല ദോഷങ്ങളും വരുത്തി വയ്ക്കും അവനവനും മറ്റുള്ളവർക്കും. അതുകൊണ്ട് അഹങ്കാരമരുത് എന്ന് ഭഗവാൻ പ്രത്യേകം നിർമ്മമോ നിരഹങ്കാര എന്ന് നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. ദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച എന്ന ശ്ലോകത്തിൻ്റെ 3-ാമത്തെ വരി നിർമ്മമോ നിരഹങ്കാര എന്നാണ്. അപ്പോൾ അഹങ്കാരമില്ലാത്ത ഒരാളാണ് എൻ്റെ ഭക്തൻ എന്ന് പറയും. അഹങ്കാരി അപകടത്തിലേക്ക് ചാടും. അർജുനൻ പലപ്പോഴും അഹങ്കാരം കൊണ്ടു നടന്നിട്ടുള്ള ആളാണ്. ചിലർക്കുണ്ട് അഹങ്കാരം ഉള്ളിലുണ്ടാവും, പുറമേ കാണിക്കില്ല. പുറമേ വളരെ വിനയത്തിൽ ഒരു ഭാവത്തിൽ നിൽക്കും, ഉള്ളിൽ നല്ല അഹങ്കാരവും കാണും. ഇങ്ങനെയുള്ള കപട രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. വളരെ നിർമ്മമമായി, വളരെ ലളിതമായി ജീവിക്കുക, അഹങ്കാരമില്ലാതെ ജീവിക്കുക, വിനയത്തോടെ ജീവിക്കുക എന്നാണ്. അർജുനൻ്റെ അഹങ്കാരം നശിപ്പിച്ച എത്രയോ കഥകൾ മഹാഭാരതത്തിലും മറ്റ് കഥകളിലുമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പലരെയും ഭഗവാൻ അഹങ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അഹങ്കാരം ഇപ്പോൾ ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. നാരദർക്കൊരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നെപ്പോലൊരു ഭക്തൻ ഈ ഭൂമിയിലില്ല, സ്വർഗത്തിലുമില്ല എന്നുള്ള ധാരണയാണ് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇത് ഭഗവാൻ അറിഞ്ഞു. അപ്പോൾ അത് എന്നൊക്കെ ഒരാളില്ലല്ലോ എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ, അത് ശരിയല്ല, നീ ഒന്ന് ഭൂമിയിൽ പോയിട്ട് ഒരു കർഷകൻ്റെ കൂടെ അങ്ങ് ഒരു ദിവസം പോയി കഴിഞ്ഞിട്ട് വരൂ എന്ന്, ഇന്ന ഗ്രാമത്തിൽ ഇന്ന ഒരാളുണ്ട്, നീ അയാളെ ഒന്ന് കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നാരദൻ ആ കർഷകൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഞാനിവിടെ. കർഷകന് വളരെ സന്തോഷമായി, ഇവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ നാരദൻ വീക്ഷിച്ചപ്പോൾ, എൻ്റെ ഭക്തൻ അയാളാണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അത്ര വലിയൊരു ഭക്തനോ എന്നറിയാൻ വേണ്ടിയിട്ട് കൗതുകത്തോടെ നാരദനും ചെന്നു. നോക്കുമ്പോൾ അദ്ദേഹം രാവിലെ ഉണരുന്നു, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് പോകുന്നു. പിന്നെ തൻ്റെ പ്രവൃത്തികളായി കൃഷിസ്ഥലത്ത് പോകുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം ഇപ്പോഴും തിരക്ക് തന്നെയാണ്. നാരദൻ അവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ജോലികളൊക്കെ കഴിഞ്ഞു, വൈകുന്നേരം കുളി കഴിഞ്ഞു അവിടെ കിടന്നു. അപ്പോഴും കണ്ണടച്ചിരുന്ന് നേരെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭഗവാനെ ഒന്ന് സ്മരിക്കുന്നു. അവിടെ ഒരു നാരായണ എന്ന നാമോ ഏതാവട്ടെ അത് ജപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഇതാണോ ഇദ്ദേഹത്തിൻ്റെ ഭക്തി? ഞാനാണെങ്കിൽ സദാസമയവും നാരായണ 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 എന്ന് ജപിച്ച് നടക്കുന്നു. ഇയാളാണെങ്കിൽ ആകെ കൂടി 2 നേരം എഴുന്നേറ്റാലും ഉറങ്ങാൻ പോകുമ്പോഴും ഒറ്റ കാര്യത്തിൽ അങ്ങോട്ട് പറയുകയാണ്. അതല്ല ഭക്തി എന്ന് മനസ്സിലാക്കിയ നാരദൻ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു ഭഗവാനെ. അദ്ദേഹം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ജോലികളുണ്ട്, കൃഷിക്ക് കാളയെ പശുക്കളെ മായ്ക്കണം, കാളയെ കൂട്ടാൻ കൊണ്ടുപോകണം, വിത്തെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 നേരം പറയുന്നേ ഉള്ളൂ. ശരി, അത് കഴിഞ്ഞിട്ട് 2 നേരം മാത്രം പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഭക്തി എങ്ങനെയാവുന്നത്? ശരി, ഞാൻ സമ്മതിക്കുന്നു, അയാൾ ഭക്തനല്ല എന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യും നാരദ, ഞാനൊരു പാത്രത്തിൽ എണ്ണ തരാം, ഇതുമായിട്ട് ഒന്ന് വൈകുണ്ഠത്തിൽ എന്നെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരും. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ നാരായണനാമം മുടങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എണ്ണപ്പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ നോക്കണം. പുറത്തു പോയാൽ അപകടമാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നാരദൻ എണ്ണപാത്രവും വെച്ച്
അതിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്ത് വീഴാതിരിക്കത്തക്ക വിധത്തിൽ പ്രദക്ഷിണം ചെയ്യുകയാണ് വൈകുണ്ഠത്തിൽ. അങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും പോകരുതല്ലോ, അങ്ങനെ പോകുന്ന വിധത്തിൽ ഇയാളുടെ നാരായണനാമമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഭഗവാനോട് പറഞ്ഞു, ഒരു തുള്ളി പോലും പോയിട്ടില്ല, ഞാൻ വിജയിച്ചിരിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞു. ശരി, ഒരു തുള്ളി പോലും പോയിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ ഈ സമയത്തിനകം അങ്ങ് എത്ര തവണ എന്നെ സ്മരിച്ചു, എത്ര തവണ എന്നെ ജപിക്കാൻ പറ്റി? നാരദൻ മൂകനായി. ഒരു ഒട്ടും സമയം കിട്ടിയിട്ടില്ല. കാരണം ശ്രദ്ധ മുഴുവൻ ഒരു തുള്ളി പോലും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെത് അതല്ല, അത്രയും ജീവിതക്ലേശങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ ഒരു സമയമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹം ജപിക്കുന്നു, അത് ആത്മാർത്ഥമായിട്ടാണ്, മനസ്സറിഞ്ഞിട്ടാണ് എന്നുള്ളത് മനസ്സിലാണ്. അങ്ങനെയുള്ള നാരദൻ്റെ ഒരു അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കി. ഇതുപോലെ തന്നെ അർജുനനെയും ചെയ്തിട്ടുണ്ട്. അർജുനനെ പലതരത്തിലും അഹങ്കാരം കെടുത്തിയതിൻ്റെ കഥകൾ, ആ കഥകൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ആ അഹങ്കാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ പറയുന്നത്. അർജുനിലെ അഹങ്കാരങ്ങൾ കുറഞ്ഞു എന്ന് മാത്രമല്ല, 16-ാം അധ്യായത്തിൽ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 16-ാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗമുണ്ട്. അതിൽ ലോകത്തിൽ 2 വർഗങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 2 വർഗങ്ങളേ ഉള്ളൂ. അത് സജ്ജനവും ദുർജനവുമാണ്. ദൈവ ശക്തിയും ആസുരശക്തിയും, ഈ 2 സ്വഭാവവിശേഷങ്ങൾ. അപ്പോൾ ഈ ഗുണങ്ങളെ ദൈവികമായ ഗുണങ്ങളെപ്പറ്റി 26 ഗുണങ്ങളെടുത്ത് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അഹങ്കാരമില്ലാതിരിക്കുക എന്നുള്ളതാണ്. സജ്ജനങ്ങളുടെ 26 ഗുണങ്ങളാണ് പറയുന്നതെങ്കിൽ അസുരന്മാരുടേതായിട്ട് ആസുരീ ഗുണമായിട്ട് പറയുന്നത് വേറൊരു ശ്ലോകത്തിലുണ്ട്. അതിതാണ്: ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനാചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം. 16-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകമാണ്. ഇങ്ങനെ ആസുരിക ഗുണങ്ങളെയും പറയുന്നു. അപ്പോൾ അങ്ങനെയല്ല, ആ മനുഷ്യവർഗത്തിൽ 2 വർഗങ്ങളേ ഉള്ളൂ. അത് ഇതാണ്, സജ്ജനങ്ങളും ദുർജനങ്ങളും എന്നാണ്. നമ്മളതല്ല, ആത്മീയമായിട്ട് മനുഷ്യരെല്ലാം ഒരു വർഗമാണെന്നാണ് കരുതുന്നത്. മനുഷ്യരെല്ലാം ഒരു വർഗമാണ്. പക്ഷേ മാനസികമായിട്ടാണ് 2 വർഗങ്ങളാവുന്നത്. മനസ്സുകൊണ്ട്, സ്വഭാവം കൊണ്ട് ഈ പ്രത്യേകതകൾ 2 അതാണ് സജ്ജനങ്ങളും ദുർജനങ്ങളുമായിട്ട് വരുന്നത്. ജനിതക വ്യവസ്ഥയിൽ വരുമ്പം ഈ മനുഷ്യരിൽ 2 ഉപവർഗങ്ങളുണ്ട്. അതാണ് സ്ത്രീയും പുരുഷനുമായിട്ട് വരുന്നത്. ഇങ്ങനെ സജ്ജന ദുർജനങ്ങളുടെ ഇതിൽ നമുക്ക് പിന്നെ ജ്യോതിഷമൊക്കെ നോക്കുന്നവർക്കറിയാം, ദൈവഗുണം, അസുരഗണം, മനുഷ്യഗണം, ഇങ്ങനെ 3 ഗണങ്ങളുണ്ട്. ഒരേ ഗുണങ്ങളുള്ളവർ ചേരുകയാണെങ്കിൽ ഗണപ്പൊരുത്തം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നതാണ്. മതാന്ധരായവർ തൻ്റെ മതക്കാരും അന്യമതക്കാരും എന്ന 2 വർഗങ്ങളെ കാണുന്നുള്ളൂ. മതം വരുമ്പോൾ എൻ്റെ മതവും അന്യൻ്റെ മതവും. അപ്പോൾ ഈ അന്യമതങ്ങളെ ഇല്ലാതാക്കണം, തൻ്റെ മതം മാത്രം വളരണം എന്നുള്ള ആഗ്രഹക്കാരാണ് വരുന്നത്. പക്ഷേ പുരോഗമന നാസ്തികന്മാരാകുമ്പോൾ അവർ ഉള്ളവരും ഇല്ലാത്തവരും എന്ന 2 വർഗത്തെയാണ് കാണുന്നത്. ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും, ധനമുള്ളവരും ഇല്ലാത്തവരും. അതുകൊണ്ട് മുതലാളി വർഗവും തൊഴിലാളി വർഗവുമാവുന്നു. ഇങ്ങനെയുള്ളതായ വർഗങ്ങളെ തിരിക്കലല്ല, ഇതിനെല്ലാം അതീതമായി ആത്മീയമായി ഏകത്വമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അഹം, ഞാൻ ഒറ്റയല്ല, ലോകത്തിൻ്റെ മുഴുവനാണ്, എല്ലാം ഞാനാണ് എന്ന അർത്ഥത്തിലേക്ക് ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമിഹ തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ എന്ന ഹരിനാമകീർത്തനത്തിലെ എഴുത്തച്ഛൻ്റെ ആ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് വളരട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഏവർക്കും ശുഭം നേർന്നുകൊണ്ട് അടുത്ത വിഷയത്തിൽ കാണും വരെ നമസ്കാരം.